നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അക്കൗണ്ടിങ് എന്താണ്, അതുപോലെ അക്കൗണ്ടൻസി എന്താണ്, അതുപോലെ അക്കൗണ്ടിങ് ടേംസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇപ്പോൾ അക്കൗണ്ടിങ് റൂൾസിന് രണ്ട് അപ്രോച്ചുകളാണുള്ളത്, ഇംഗ്ലീഷ് അപ്രോച്ചും അതുപോലെ തന്നെ അമേരിക്കൻ അപ്രോച്ചും. നമ്മൾ നോക്കാൻ പോകുന്ന അമേരിക്കൻ അപ്രോച്ചാണ്. ഇംഗ്ലീഷ് അപ്രോച്ച് പ്രകാരം അമേരിക്കൻ അപ്രോച്ച് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ ഡെബിറ്റും ക്രെഡിറ്റും ഒരേ തന്നെയാണ് കിട്ടുക. നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ അപ്രോച്ചാണ്. അമേരിക്കൻ അപ്രോച്ച് പറയുന്നത് അക്കൗണ്ടുകളെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു അമേരിക്കൻ അപ്രോച്ച്, അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 കാറ്റഗറീസ് സച്ച് ആസ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകംസ്. This classification is known as modern approach. The following are the debit credit rule under this approach. നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷനെ നമ്മൾ അറിയപ്പെടുന്ന മോഡേൺ അപ്രോച്ച് എന്ന് പറഞ്ഞ പേരിലാണ്. ഇപ്പോൾ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസറ്റിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ്. അസറ്റ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഡെബിറ്റാണ്, അസറ്റ് ഡിക്രീസ് ആവുകയാണെങ്കിൽ ക്രെഡിറ്റാണ്. അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നമ്മൾ ജേർണലൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് ഡെബിറ്റും ക്രെഡിറ്റുമായിട്ടാണ് നമ്മളത് ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുക. അതായത് ഒരു ഇടപാടിൻ്റെ ഒരു വശം ഡെബിറ്റായിട്ടും മറ്റൊരു വശം ക്രെഡിറ്റായിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുക. അപ്പോൾ അസറ്റ് ആണെങ്കിൽ ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്, ഡിക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്. അതുപോലെ ലയബിലിറ്റി ആണെങ്കിൽ ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്, ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്. ക്യാപിറ്റൽ റൂള് ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ക്രെഡിറ്റ്, ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഡെബിറ്റ്. എക്സ്പെൻസ് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഡെബിറ്റ്, ഡിക്രീസ് ഇൻ എക്സ്പെൻസ് ക്രെഡിറ്റ്. ഇൻകം ആണെങ്കിൽ ഇൻക്രീസ് ഇൻ ഇൻകം ക്രെഡിറ്റ്, ഡിക്രീസ് ഇൻ ഇൻകം ഡെബിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്, ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്. അതുപോലെ എക്സ്പെൻസും അസറ്റും ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്, ഡിക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്. എങ്ങനെയാണ് റൂള്. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ, ഒരു ഇടപാട് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ അസറ്റാണോ ലയബിലിറ്റി ആണോ ക്യാപിറ്റൽ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കുക. ഓക്കെ.